ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് അഗെയിൻ. സോ ഫിഫ്ത്ത് സെമസ്റ്റർ BA ഹിസ്റ്ററി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെയും അതുപോലെ തന്നെ സൊസൈറ്റി ആൻഡ് കൾച്ചർ ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. രണ്ട് സബ്ജക്റ്റുകളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് നൽകുന്നത്. സോ സെക്ഷൻ എയിൽ, അതായത് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ് മൂവ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൽ സെക്ഷൻ എയിൽ നെയിം ഓഫ് ദ ഫോളോയിങ് ആണ്. The term right is derived from the Latin term dash. 2. What were the earliest character of human rights in England? 3. What was the supreme law in ancient India? 4. What is UDRA? ഇനി മാച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. എ ആൻഡ് ബി ഉണ്ട്. അതിൽ എയിൽ ബൈ ബർത്ത് ഓൾ ആർ ഈക്വൽ, അതിന് നേരെ തോമസ് ഹോബ്സ്. ഓൾ മെൻ ആർ ബോൺ ഈക്വൽ, അതിന് നേരെ ലസ്കി. ദെൻ നോ ലിബറേറ്റി വിത്തൗട്ട് റൈറ്റ്, അതിന് നേരെ ഫ്രഞ്ച് റെവല്യൂഷൻ. നേച്ചർ ഹാസ് മെയ്ഡ് മെൻ ഈക്വൽ, അതിന് നേരെ തിരുവള്ളുവർ. സോ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ എടുത്തെഴുതുക. ദെൻ ആൻസർ ദ ഫോളോയിങ് ആണ്. 9. പോയിന്റ് ഔട്ട് ദ ഇവൻറ്റ് ദ ലെഡ് ടു ദ ബിഗിനിങ് ഓഫ് നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ്. 10. വാട്ട് വാസ് ഗാന്ധിജി സ്ലോഗൻ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. 11. ഹൂ പൈലറ്റഡ് ദ പെൽസിൻ റെവല്യൂഷൻ മൂവ്മെൻറ്റ്. 12. when did the government of India enact the Protection of Human Rights Act? ഇനി fill in the blanks ആണ്. 13. Article dash of the Indian Constitution deal with the abolition of untouchability. 14. Dash the political party was known in the name of justice. 15. Dash was the founder of self-respect movement. 16. Dash is the present chairperson of the Kerala State Commission. ഈ സെക്ഷൻ ബി ആണ്. ഇനി സെക്ഷൻ ബി ആണ്. ഷോർട്ട് ആൻസർ ടു ക്വസ്റ്റ്യൻസ് ആണ്. 8 ചോദ്യങ്ങൾ, ഓരോ മാർക്ക് വീതം. 17 ലിബോ. 18 മാഗ്ന കാർട്ട. 19 പെറ്റീഷൻ ഓഫ് റൈറ്റ്. 20 ബിൽ ഓഫ് റൈറ്റ്സ്. 21 അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. 22 ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് ഓഫ് മാൻ. 23 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്. 24 ഫണ്ടമെന്റൽ റൈറ്റ്സ്. 25 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. 26 എബ്രഹാം ലിങ്കൻ. 27 വില്യം വോൾഫ്രോസ്. 28 വാങ്കുഴി മാധവ്. ഇനി സെക്ഷൻ സി ആണ്. ഷോർട്ട് ആൻസർ ടു ക്വസ്റ്റ്യൻസ് ആണ്. 5 ചോദ്യങ്ങൾ, 2 മാർക്ക് വീതം. 29 അനാലിസിസ് ദ ഗ്രീനിയസിസ് ഓഫ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ഇൻ വേദിക് ഇന്ത്യ. 13 ബ്രിങ് ഔട്ട് ദ നാച്ചർ ഓഫ് ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ ഇൻ തമിഴകം. 31 പോയിന്റ് ഔട്ട് ദ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദ ജസ്റ്റിസ് പാർട്ടി. 32 മെൻഷൻ ദ ബിഗിനിങ് ഓഫ് ആൻറ്റി സ്ലേവറി മൂവ്മെൻറ്റ്സ് ഇൻ ഇംഗ്ലണ്ട്. 33 the career of Martin Luther King. 34 what was the first international human right law. 35 assess the human right problem faced by the Dalit Panthos. 36 trace the work of the first world conference on women held at Mexico on human right. സെക്ഷൻ ഡി ആണ്. ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. 2 ചോദ്യങ്ങൾ, 4 മാർക്ക്. 37 നോൺ ഇഞ്ചുറി റിസ്ട്രെയിൻ ഇമ്പാർഷ്യലിറ്റി ആൻഡ് mild behavior applied to all creatures. Explain. 38 for man there is only one religion, only one curse, only one God. Examine. 39 freedom, equality, brotherhood are the 3 mantras. Elucidate. സോ ഇത് ഇത്രയുമാണ് ആ ഒരു സബ്ജക്റ്റിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി സൊസൈറ്റി ആൻഡ് കൾച്ചറൽ ഇൻ ആൻഷ്യൻ്റ് ഇന്ത്യയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. സെക്ഷൻ എയിൽ ചൂസ് ദ കറക്റ്റ് വൺ ആണ് ആദ്യത്തെ സെക്ഷൻ. 1 ദ മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് ദ ലേറ്റർ വേദിക് ആര്യൻസ് വാസ്. 4 ഓപ്ഷനുകൾ. എ കാറ്റൽ റിയറിംഗ്, ബി അഗ്രികൾച്ചർ, സി വീവിംഗ്, ഡി ട്രേഡ്. ഇനി സെക്കൻഡ് ദ കോമൺ ലാംഗ്വേജ് ഓഫ് ദ ബുദ്ധിസ്റ്റ് വാസ്. എ സംസ്കൃത്, ബി മറാത്തി, സി ഹിന്ദി, ഡി പാലി. Then 3 Charvakas gave importance to a god, B materialism, C Vedas, D karma. 4 Wilkins translated which of the following into English. A Ramayana, B Rigveda, C Bhagavad Gita, D Shakuntalam. Then fill in the blanks ana. 5 the main occupation of the Rigvedic Aryan was dash. 6 Lokayatha means dash. 7 aim of Jaina ascetic is to attain dash. 8 Dharma Shastra was written during dash. True or false questions ആണ്. 9 Veda means worship. 10 later Vedic people were unaware of iron implements. 11 the basic objective of Buddhism was salvation. 12 Vikramshila was an educational center associated with Buddhism. ഇനി മാച്ച് ദ ഫോളോയിങ് ആണ്. എ ബി സി ഉണ്ട്. എയിൽ ലേറ്റർ വേദിക് പീരീഡ്, അതിനെ യോഗ, അതിനെ കൽക്കട്ട. ദെൻ ബുദ്ധിസം, അതിനെ ഏഷ്യരിക് സൊസൈറ്റി, അതിനെ മഹാഭാരത. ദെൻ പതഞ്ജലി, അതിനെ എപ്പിക് പീരീഡ്, അതിനെ ബീഹാർ. വില്യം ജോൺസ്, അതിനെ നളന്ദ യൂണിവേഴ്സിറ്റി, അതിനെ ഫിസിക്കൽ എക്സസൈസ്. ഇനി സെക്ഷൻ ബി ആണ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് 8 ചോദ്യങ്ങൾ, 1 മാർക്ക് വീതം. 17 ആശ്രമാസ്. 18 സമതി. 19 ജന. 20 അശ്വമേധ. 21 later Vedic period. 22 painted grey wave.
23 Varna system, 24 Gotra system, 25 8-fold path, 26 Advigas, 27 Patanjali, 28 Indology. Section C ആണ് ചോട്ടസരി ക്വസ്റ്റ്യൻസ് ആണ് 5 ചോദ്യങ്ങൾ 2 മാർക്ക്. 29 The study of ancient Indian history is important. Why? 13 What are the sources help us to know about the history of ancient India? 31 Give an account of the social organization and family system of the Rigvedic people. 32 Narrate the ashrama system of the ancient Indians. 33 Give an account of the material life of the latter Vedic people. 34 In what ways did the status of women deteriorate in the later Vedic age? 35 What are the basic tenets of Jainism? 36 Discuss the main theme of the religious literature in ancient India. ഇനി സെക്ഷൻ ഡി ആണ്, ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 2 ചോദ്യങ്ങൾക്ക് ആൻസർ നൽകണം, 4 മാർക്ക് വീതം. 37 Give example of the meeting of different culture in the context of ancient Indian history. 38 Analyze the factors which were responsible for the rise of heterodox sects in the 6th century BC. 39 Discuss the main system of ancient Indian philosophy. സോ ഇവ ഇത്രയുമാണ് ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്കുള്ളത്. തീർച്ചയായിട്ടും ഇത് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഹോപ്പ്ഫുള്ളി നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഈ ഒരു പോയിൻറ്റ്സും ഈ ഒരു ടോപ്പിക്സും ഒക്കെ തന്നെ കവർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.